പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഡിസംബർ മാസം 20-ാം തീയതി. വളരെ സന്തോഷത്തോടെ ദൈവവചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തരുന്ന വലിയ സന്തോഷത്തെ, വലിയ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് സന്തോഷത്തോടു കൂടി ആയിരിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വചനങ്ങളായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്ന ഏവർക്കും, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാവും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാവും. ദൈവസന്നിധിയിൽ മുഖനോട്ടം ഇല്ല. ഇതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. ഇന്ന് നാം പഠിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വചനമാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. The letter of Saint Paul to the Romans, chapter 6, verse 3. അതിങ്ങനെയാണ് പറയുന്നത്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്നറിഞ്ഞുകൂടെ? വചനം ഇതാണ്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്നറിഞ്ഞുകൂടെ? ഡു യു നോട്ട് നോ that all of us who have been baptized into Christ Jesus were baptized into his death? അവൻ്റെ മരണത്തോട്, അതായത് മാമോദീസ സ്വീകരിച്ചപ്പോൾ, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ അവൻ്റെ മരണത്തോട്, നാം മാമോദീസ സ്വീകരിച്ചപ്പോൾ പാപത്തിന് മരിച്ച് ആത്മീയരായി ഒരു പുതിയ ജനനം പ്രാപിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഈ ജ്ഞാനസ്നാനം. അതുകൊണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാനായിട്ട് നാം മാമോദീസ സ്വീകരിച്ചപ്പോൾ അവൻ്റെ മരണത്തോട് ഐക്യപ്പെട്ടു. നാം പുതിയ സൃഷ്ടിയായിട്ട് മാറി. ഒരാത്മീയ ദൈവം എൻ്റെ അപ്പനാണ് എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ മാറി. ആ ബോധ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് ഈ പ്രഭാതത്തിൽ, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നുവോ അപ്പോൾ നാം ചിന്തിക്കണം, ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ഈ ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ. ഈ വചനം മറക്കരുത്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ഡു യു നോട്ട് നോ ദാറ്റ് all of us who have been baptized into Christ Jesus were baptized into his death?